നമസ്കാരം. ആലുംമൂട്ടിൽ കൊച്ചുകുഞ്ഞു ചാന്നാറുടെ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ നങ്ങ്യാർകുളങ്ങരയ്ക്കും മാവേലിക്കരയ്ക്കും ഇടയിലുള്ള മുട്ടം എന്ന ഗ്രാമത്തിൽ ഏകദേശം 400 വർഷത്തോളം പഴക്കമുള്ള ആലുംമൂട്ടിൽ എന്ന അതിസമ്പന്നമായ ഈഴവ തറവാട്ടിലെ 11ാമത്തെ കാരണവരായിരുന്നു ആലുംമൂട്ടിൽ കൊച്ചുകുഞ്ഞു ചാന്നാർ. തിരുവിതാംകൂർ രാജാവിനേക്കാൾ സമ്പന്നനായിരുന്നു ആലുംമൂട്ടിൽ കൊച്ചുകുഞ്ഞു ചാന്നാർ. കേരളത്തിൽ ആദ്യമായി കാർ വാങ്ങിയതും മോട്ടോർ സൈക്കിൾ വാങ്ങിയതും അദ്ദേഹമായിരുന്നു. മണിച്ചിത്രത്താഴ് എന്ന പ്രശസ്തമായ സിനിമയ്ക്ക് പ്രേരണയായതും ആലുംമൂട്ടിൽ തറവാടാണ്. ആലുംമൂട്ടിൽ തറവാടിന്റെ ചരിത്രം നോക്കാം. 16ാം നൂറ്റാണ്ട് മുതൽ പഴയ കായംകുളം, അതായത് ഓടനാട് രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു മുട്ടം എന്ന ഗ്രാമം. മുട്ടത്തെ ആലുംമൂട്ടിൽ തറവാട്ടുകാരായിരുന്നു കായംകുളം രാജ്യത്തെ സൈന്യത്തിന് ആവശ്യമായ പടക്കോപ്പുകളും കുതിരകളെയും ഒക്കെ നൽകിയിരുന്നത്. കൂടാതെ പടയാളികൾക്ക് പരിശീലനം നൽകിയിരുന്നതും അവർ തന്നെയാണ്. അക്കാലത്ത് കായംകുളം രാജ്യത്തെ സർവ്വസൈന്യാധിപൻ പത്തിനാഥപ്പണിക്കർ എന്ന അതിസമർത്ഥനായ ഈഴവ യോദ്ധാവായിരുന്നു. അദ്ദേഹം കായംകുളത്തെ പ്രശസ്ത ഈഴവ തറവാടായ വാരണപ്പള്ളിയിലെ അംഗമായിരുന്നു. വാരണപ്പള്ളി തറവാട്ടുകാരും ആലുംമൂട്ടിൽ തറവാട്ടുകാരും അടുത്ത ബന്ധുക്കളായിരുന്നു. നാട്ടുരാജ്യങ്ങളെ കീഴടക്കി തിരുവിതാംകൂർ രാജ്യം വലുതാക്കിക്കൊണ്ടിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കായംകുളം രാജ്യം പിടിച്ചെടുക്കാൻ 3 തവണ ശ്രമിച്ചിട്ടും ശക്തനായ പത്തിനാഥപ്പണിക്കരുടെ നേതൃത്വത്തിലുള്ള കായംകുളം സൈന്യത്തെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. പിന്നീട് മാർത്താണ്ഡവർമ്മ വേറൊരു ഈഴവ യോദ്ധാവായ രണകീർത്തി ചേകവരെ തിരുവിതാംകൂർ സൈന്യാധിപനായി നിയമിക്കുകയും രണകീർത്തി ചേകവരുടെ നേതൃത്വത്തിൽ അക്കാലത്ത് തിരുവിതാംകൂർ സൈന്യത്തിൽ ഭൂരിപക്ഷമുണ്ടായിരുന്ന ഈഴവ ചേകവന്മാരെ ഉപയോഗിച്ച് കായംകുളം പിടിച്ചെടുക്കുകയും ചെയ്തു. കായംകുളം പിടിച്ചെടുത്ത് തിരുവിതാംകൂറിനോട് ചേർത്ത മാർത്താണ്ഡവർമ്മ പിന്നീട് കായംകുളം സൈന്യത്തെ സഹായിച്ചിരുന്ന ആലുംമൂട്ടുകാരുടെ തറവാട് ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ആലുംമൂട്ടിൽ തറവാട്ടുകാർക്ക് ബ്രിട്ടീഷുകാരുടെ സഹായമുണ്ടായിരുന്നതിനാൽ അത് സാധിച്ചില്ല. കുറച്ചു കാലത്തിന് ശേഷം മാർത്താണ്ഡവർമ്മ ആലുംമൂട്ടിൽ തറവാട്ടുകാരുമായി രമ്യതയിലാവുകയും തുടർന്ന് തിരുവിതാംകൂർ സൈന്യത്തിന് ആവശ്യമായ പടക്കോപ്പുകളും കുതിരകളും സൈനികർക്ക് പരിശീലനവും ഒക്കെ ആലുംമൂട്ടിൽ തറവാട്ടുകാർ നൽകി തുടങ്ങുകയും ചെയ്തു. മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ അനന്തരവനായ കാർത്തിക തിരുനാൾ രാമവർമ്മ, അതായത് ധർമ്മരാജ, തിരുവിതാംകൂർ രാജാവായി. അദ്ദേഹത്തിന്റെ കാലത്തും ആലുംമൂട്ടിൽ തറവാട്ടുകാർ തന്നെയായിരുന്നു തിരുവിതാംകൂർ സൈന്യത്തിന് ആവശ്യമായതെല്ലാം നൽകിയിരുന്നത്. 1798 ധർമ്മരാജാവ് നാട് നീങ്ങിയതിനു ശേഷം അദ്ദേഹത്തിന്റെ അനന്തരവനായ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ രാജാവായി. 16 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ബാലരാമവർമ്മ വളരെ ദുർബലനായ രാജാവായിരുന്നു. ബാലരാമവർമ്മയുടെ രാജാവ് ദുർബലനായിരുന്നതിനാൽ ദളവയായിരുന്നു തിരുവിതാംകൂർ ഭരണം മുഴുവൻ നടത്തിയിരുന്നത്. ഈ ദളവ തിരുവിതാംകൂർ സൈന്യത്തിലെ ബഹുഭൂരിപക്ഷമുണ്ടായിരുന്ന ഈഴവ പടയാളികളെ മുഴുവൻ പിരിച്ചുവിട്ടു. ഈഴവർക്കെതിരെ ആ ദളവ തിരിഞ്ഞു. 19ാം നൂറ്റാണ്ട് മുതൽ തിരുവിതാംകൂറിൽ ബഹുഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഈഴവരെ അയിത്തമുള്ളവരായി പ്രഖ്യാപിക്കുകയും അവരുടെ അതുവരെ ഉണ്ടായിരുന്ന പല അവകാശങ്ങളും നിരോധിച്ച് അടിച്ചമർത്താൻ തുടങ്ങിയെങ്കിലും ആലുംമൂട്ടിൽ തറവാട്ടുകാരുടെ പ്രതാപത്തിനൊന്നും മങ്ങലേൽപ്പിക്കാൻ ആർക്കും സാധിച്ചില്ല. തലമുറകളായി അതിസമ്പന്നരും വളരെ അഭ്യാസികളും കായംകുളം മുഴുവൻ ബന്ധുക്കളും ഉണ്ടായിരുന്ന ആലുംമൂട്ടിൽ തറവാട്ടുകാരെ ആർക്കും തോൽപ്പിക്കാൻ കഴിയുകയില്ലായിരുന്നു. ആലുംമൂട്ടിൽ തറവാടിന്റെ പ്രതാപം ഓരോ തലമുറകൾ കഴിയും തോറും വർദ്ധിച്ചുകൊണ്ടിരുന്നു. 19ാം നൂറ്റാണ്ടിന്റെ അവസാന വർഷങ്ങളിൽ എത്തിയപ്പോൾ ആലുംമൂട്ടിൽ തറവാട്ടുകാർക്ക് കന്യാകുമാരിയിലെ ശുചീന്ദ്രം മുതൽ എറണാകുളത്തെ പറവൂർ വരെ നെൽവയലുകളും പുരയിടങ്ങളുമായി 10,000-കണക്കിന് ഏക്കർ സ്ഥലങ്ങളുണ്ടായിരുന്നു. കൂടാതെ കായംകുളം മാർക്കറ്റ്, കാർത്തികപ്പള്ളി മാർക്കറ്റ്, കൊല്ലം മാർക്കറ്റ് എന്നിവയെല്ലാം ആലുംമൂട്ടിൽ തറവാട്ടുകാരുടേതായിരുന്നു. വലിയ കുഞ്ഞു ശങ്കരൻ ചാന്നാർ എന്ന കാരണവരുടെ കാലത്തായിരുന്നു ആലുംമൂട്ടിൽ മേടയ്ക്ക് മുന്നിലുള്ള തടിയിലുള്ള 8 കെട്ട് വേറൊരു സ്ഥലത്തു നിന്നും പൊളിച്ചു കൊണ്ടുവന്ന് പുനർനിർമ്മാണം ചെയ്തു. 2 തായ്വഴികളായി അനേകം പ്രഗത്ഭന്മാർ ആലുംമൂട്ടിൽ കുടുംബത്തിലുണ്ടായിരുന്നു. കുടുംബത്തിലെ ഏറ്റവും മൂത്തയാളായിരിക്കും ആലുംമൂട്ടിൽ തറവാട്ടിലെ കാരണവരായി സ്ഥാനമേൽക്കുന്നത്. ചാന്നാർ എന്നുള്ളത് ഈഴവ പ്രമാണിമാർക്ക് തിരുവിതാംകൂർ രാജാക്കന്മാർ നൽകിയിരുന്ന സ്ഥാനപ്പേരാണ്. 16ാം നൂറ്റാണ്ടു മുതൽ തിരുവിതാംകൂർ രാജാക്കന്മാർ പണവും പ്രതാപവുമുള്ള പാരമ്പര്യ ഈഴവ കുടുംബങ്ങളിലെ ചില കാരണവന്മാർക്ക് വലിയ തുക ഈടാക്കി ഉയർന്ന ജാതിയായ ചാന്നാർ എന്ന പേര് പദവിയായി ഉപയോഗിക്കാൻ
നൽകിയിരുന്നതിന്റെ രേഖകൾ മതിലകം രേഖകളിൽ കാണാം. തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ നികുതി നൽകിക്കൊണ്ടിരുന്നത് ആലുംമൂട്ടിൽ തറവാട്ടുകാരായിരുന്നു. ദാനശീലരായ ആലുംമൂട്ടിൽ തറവാട്ടുകാർ നാട്ടിൽ ധാരാളം നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് താണജാതി എന്ന് മുദ്രകുത്തി വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന കുട്ടികൾക്കായി അവർ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. സാധുക്കൾക്ക് ഭക്ഷണം നൽകുന്നതിനായി ഊട്ടുപുരകൾ സ്ഥാപിച്ചു. മതസൗഹാർദ്ദത്തിനായി മുസ്ലിങ്ങൾക്ക് മുട്ടത്ത് പള്ളി പണിത് കൊടുത്തു. ഈഴവർക്ക് പ്രവേശനമില്ലാതിരുന്നിട്ടും സവർണ ഹിന്ദുക്കൾക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ പണിതു കൊടുത്തു. മുട്ടത്ത് ആദ്യമായി വായനശാല തുടങ്ങിയതും ആലുംമൂട്ടിൽ തറവാട്ടുകാരായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ 10,000 രൂപയും 10 പറ നെല്ലും തിരുവിതാംകൂറിന് കരം നൽകിയിരുന്ന അതിപ്രതാപമുള്ള ഈഴവ തറവാടായിരുന്നു ആലുംമൂട്ടിൽ തറവാട്. ആലുംമൂട്ടിൽ തറവാട്ടിൽ ജനിച്ച വളരെ പ്രശസ്തരായ ധാരാളം വ്യക്തികളുണ്ട്. ടി.കെ. മാധവൻ, എ.പി. ഉദയഭാനു, ഡോക്ടർ സി.ഒ. കരുണാകരൻ, സി.ഒ. മാധവൻ, സി.ഒ. ദാമോദരൻ, എം. ഗോപാലൻ, ഡോക്ടർ രവീന്ദ്രൻ ചാന്നാർ, ശ്രീ ശിവദാസൻ ചാന്നാർ, ശ്രീ രാധാകൃഷ്ണൻ ചാന്നാർ തുടങ്ങി ആലുംമൂട്ടിൽ തറവാട്ടിലെ തലമുറയിൽപ്പെട്ട അനേകം പേർ അറിയപ്പെടുന്നവരും വലിയ സ്ഥാനങ്ങളിൽ സേവനം ചെയ്തവരുമാണ്. കൊച്ചുകുഞ്ഞു ചാന്നാറുടെ കഥയിലേക്ക് വരാം. 1903 മുതൽക്കാണ് ആലുംമൂട്ടിൽ തറവാടിന്റെ 11ാമത്തെ കാരണവരായി ഉഗ്രപ്രതാപശാലിയായ കൊച്ചുകുഞ്ഞു ചാന്നാർ സ്ഥാനമേൽക്കുന്നത്. ആലുംമൂട്ടിൽ ചാന്നാർ മദിരാശിയിൽ പോയി വ്യാപാരം ചെയ്ത് ഒരുപാട് ധനമുണ്ടാക്കിയ ആളാണ്. 6 അടിയിൽ കൂടുതൽ പൊക്കവും ഉറച്ച ശരീരവും ഗാംഭീര്യവും ഉള്ള മുഖഭാവം ഉണ്ടായിരുന്ന കൊച്ചുകുഞ്ഞു ചാന്നാരെ എല്ലാവർക്കും ബഹുമാനവും അതുപോലെ തന്നെ ഭയവുമായിരുന്നു. അദ്ദേഹം ആലുംമൂട്ടിൽ തറവാട്ടിലെ പൂർവികരായ കാരണവന്മാരിൽ നിന്നും വ്യത്യസ്തനായി ആഡംബരപ്രിയനായിരുന്നുവെങ്കിലും ഉദാരമതിയും സമർത്ഥനും ശ്രീനാരായണ ഗുരു ഭക്തനും രാജ്യസ്നേഹിയുമൊക്കെയായിരുന്നു. അദ്ദേഹമാണ് ആലുംമൂട്ടിൽ തറവാട്ടിലെ 8 കെട്ടിനും ധാന്യപ്പുരയ്ക്കും ഇടയിലായി അതിന് പിന്നിൽ നിലകൊള്ളുന്ന ആലുംമൂട്ടിൽ മേട എന്നറിയപ്പെടുന്ന പ്രൗഢഗംഭീരമായ മാളിക പണിയത്. ആലുംമൂട്ടിൽ മേടയിൽ വീട്ടുജോലികൾക്കായി മാത്രം 200ഓളം പേർ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ കുതിരവണ്ടികളും കുതിരകളും ഒക്കെ ഉണ്ടായിരുന്നു. തിരുവിതാംകൂറിൽ മോട്ടോർ കാറുകൾ ആർക്കും ഇല്ലാതിരുന്ന കാലത്ത് ആദ്യമായി ഇംഗ്ലണ്ടിൽ നിന്നും മോട്ടോർ കാർ ഇറക്കുമതി ചെയ്തത് ആലുംമൂട്ടിൽ കൊച്ചുകുഞ്ഞു ചാന്നാരായിരുന്നു. കൊച്ചുകുഞ്ഞു ചാന്നാർ കാറിന്റെ ഡ്രൈവറായി വെച്ചത് ഒരു നായരെയായിരുന്നു. നായർ ഡ്രൈവറെ വെക്കാനുള്ള ചരിത്രപരമായ കാരണം അന്നത്തെ കാലത്ത് രാജവീതിയിൽ കൂടി മോട്ടോർ വാഹനം ഓടിക്കുന്നതിന് ഈഴവർക്ക് അനുവാദമില്ലായിരുന്നു. മാത്രവുമല്ല, ക്ഷേത്രത്തിന് മുന്നിലൂടെ കാറിൽ സഞ്ചരിക്കാൻ പോലും ചാന്നാർക്ക് അനുവാദമില്ല. ചാന്നാരുടെ ഡ്രൈവർ നായർക്ക് ഹരിപ്പാട് അമ്പലത്തിന്റെ മുന്നിൽ കൂടി പോകാൻ കഴിയുമായിരുന്നു. എന്നാൽ ഹരിപ്പാട് അമ്പലത്തിന്റെ സമീപത്തെത്തുമ്പോൾ ചാന്നാർ വണ്ടിയിൽ നിന്നിറങ്ങി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് അയിത്തം തട്ടാത്ത വിധത്തിൽ മൈലുകൾ മാറി നടന്നുപോയി കുറച്ചകലെ നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ കയറി യാത്ര തുടരണമായിരുന്നു. അദ്ദേഹത്തിന് മദ്രാസിൽ ഒരു മേട എന്ന് പറയുന്ന ചെറിയ കൊട്ടാരമുണ്ടായിരുന്നു. ആദ്യമായി കേരളത്തിന് പുറത്ത് മേട വെച്ച മലയാളിയും ചാന്നാറാണ്. കേരളത്തിൽ തന്നെ അദ്ദേഹത്തിന് 5 മേടകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് ശ്രീ നാരായണ ഗുരുവിനും ഒരു കാറ് വാങ്ങിക്കൊടുക്കുകയുണ്ടായി. മദ്രാസിലെ മേട ശ്രീനാരായണ ഗുരുവിന് നൽകി. SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. ശ്രീ കൊച്ചുകുഞ്ഞു ചാന്നാർ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി സ്വന്തമായി റോഡ് നിർമ്മിച്ച് യാത്ര ചെയ്ത ആളായിരുന്നു ആലുംമൂട്ടിൽ ചാന്നാർ. ടൗൺ ഹാൾ മുതൽ ഠാണാപ്പടി വരെയുള്ള റോഡ് അദ്ദേഹം നിർമ്മിച്ചതായിരുന്നു. പിന്നീട് ദേശീയപാതയുടെ ഭാഗമായി ആ റോഡ് മാറി. ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂർ രാജാവായിരുന്ന കാലത്ത് തിരുവിതാംകൂറിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പണം കടം കൊടുത്ത് സഹായിച്ചിരുന്നത് ആലുംമൂട്ടിൽ കൊച്ചുകുഞ്ഞു ചാന്നാരായിരുന്നു. ആ സമയങ്ങളിലെല്ലാം കൊച്ചുകുഞ്ഞു ചാന്നാർ ബ്രിട്ടീഷുകാർക്ക് തിരുവിതാംകൂർ നൽകേണ്ടതായ നികുതിപ്പണം മദ്രാസിൽ ആലുംമൂട്ടിൽ തറവാട്ടുകാർക്കുണ്ടായിരുന്ന മാളികയിൽ എത്തിച്ച് ബ്രിട്ടീഷുകാർക്ക് കൈമാറുമായിരുന്നു. അക്കാരണത്താൽ ശ്രീമൂലം തിരുനാൾ രാജാവിന് കൊച്ചുകുഞ്ഞു ചാന്നാരോട് വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെയായിരുന്നു. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ വെള്ളപ്പൊക്കം പോലുള്ള ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ സഹായിച്ചിരുന്നതും കൊച്ചുകുഞ്ഞു ചാന്നാരായിരുന്നു. അത് കാരണം തിരുവിതാംകൂറിലെ അക്കാലത്തെ ജനങ്ങൾക്കും ആലുംമൂട്ടിൽ കൊച്ചുകുഞ്ഞു ചാന്നാരോട് വലിയ സ്നേഹമായിരുന്നു. തിരുവിതാംകൂറിൽ രാജഭരണകാലത്ത് മരുമക്കത്തായം എന്ന സമ്പ്രദായമാണ് പല സമുദായങ്ങളും നിലനിന്നിരുന്നത്. ഒരു വ്യക്തിയുടെ സ്വത്തുക്കളുടെ അവകാശം മരണശേഷം ആ വ്യക്തിയുടെ സഹോദരിയുടെ മക്കളായ അനന്തരവർക്കായിരിക്കും ലഭിക്കുക. എന്നാൽ ഒരു വ്യക്തിക്ക് ജീവിച്ചിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ സ്വത്തുക്കൾ ആ വ്യക്തിക്ക് ഇഷ്ടാനുസരണം ആർക്ക് വേണമെങ്കിലും എഴുതി കൊടുക്കാമായിരുന്നു.
ഈ നിയമം ഈഴവർക്കും ബാധകമാക്കിയിരുന്നു. കൊച്ചുകുഞ്ഞു ചാന്നാർക്ക് സ്വത്തുകൾ അദ്ദേഹത്തിന്റെ മക്കൾക്ക് കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. ഇത് മനസ്സിലാക്കിയ അദ്ദേഹത്തിന്റെ അനന്തരവർക്ക് കടുത്ത വിരോധവും പകയും ഉണ്ടായി. എന്നാൽ കൊച്ചുകുഞ്ഞു ചാന്നാരെ നേരിടാൻ അവർക്ക് ഭയമായിരുന്നു. അവർ സംഘം ചേർന്ന് ഒരു ദിവസം അർദ്ധരാത്രിയിൽ ഉറക്കത്തിലായിരുന്ന കൊച്ചുകുഞ്ഞു ചാന്നാരെ വെട്ടി കൊലപ്പെടുത്തി. 1920 ആ സംഭവം. കൊലപാതകം നേരിൽ കണ്ട വീട്ടുജോലിക്കാരെയും അവർ കൊന്നു. തിരുവിതാംകൂറിൽ വലിയ കോളിളക്കമുണ്ടാക്കിയ ആലുംമൂട്ടിൽ കൊച്ചുചാന്നാരുടെ കൊലപാതകത്തെ തുടർന്ന് ശ്രീമൂലം തിരുനാൾ രാജാവ് പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുകയും കൊച്ചുകുഞ്ഞു ചാന്നാരുടെ അനന്തരവർ എല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അനന്തരവരിൽ മൂത്തയാൾ കുറ്റം ഏറ്റെടുക്കുകയും വധശിക്ഷയ്ക്ക് വിധേയനാവുകയും ചെയ്തു. ആലുംമൂട് മേടയിൽ ചാന്നാരുടെയും ജോലിക്കാരുടെയും പ്രേതശല്യം ഉണ്ടായിരുന്നു എന്നും അവരുടെ ആത്മാക്കളെ ആവാഹിച്ച് നിലവറയിലാക്കി മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയെന്നും ഒരു നാട്ടുവർത്തമാനം ഉണ്ടായിരുന്നു. മണിച്ചിത്രത്താഴ് എന്ന പ്രശസ്തമായ സിനിമയ്ക്ക് വേണ്ടി ആലുംമൂട്ടിൽ തറവാട്ടിലെ തന്നെ അംഗമായ ശ്രീ മധുമുട്ടം എഴുതിയ കഥ സാങ്കല്പികമാണ്. അതിന് ആലുംമൂട്ടിൽ മേടയുടെ ചരിത്രവുമായി ബന്ധമൊന്നുമില്ല. ആലുംമൂട്ടിൽ കൊച്ചുകുഞ്ഞു ചാന്നാരുടെ മരണത്തെ തുടർന്ന് ആലുംമൂട്ടിൽ കൃഷ്ണൻ ചാന്നാർ ആലുംമൂട്ടിൽ തറവാടിന്റെ കാരണവരായി സ്ഥാനമേറ്റു. അദ്ദേഹമായിരുന്നു ആലുംമൂട്ടിൽ തറവാട്ടിലെ അവസാനത്തെ കാരണവർ. 1927 ആലുംമൂട്ടിൽ തറവാട്ടിലെ കുടുംബാംഗങ്ങൾ സ്വത്തുകൾ ഭാഗം വെച്ചു. ആലുംമൂട്ടിൽ മേടയുടെ കാര്യങ്ങളെ ഒന്ന് നോക്കാം. കേരള ചരിത്രത്തിലെ എക്കാലത്തെയും വിസ്മയമാണ് ആലുംമൂട്ടിൽ തറവാട്. കുമ്മായക്കൂട്ടുകൾ ആഞ്ഞിലിത്തടിയുമൊക്കെ ഉപയോഗിച്ച് 3 നിലകളായി 11 സെന്റിൽ നിറഞ്ഞു നിൽക്കുന്ന മേടയുടെ നിർമ്മാണം 1904 ആരംഭിച്ചത്. 1906 പണി പൂർത്തിയാക്കുമ്പോൾ ആലുംമൂട്ടിൽ മേടയ്ക്ക് തുല്യം നിൽക്കാൻ രാജകൊട്ടാരം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആലുംമൂട്ടിൽ മേടയുടെ മുൻപിൽ ഇടതുവശത്ത് കാണുന്ന ഭൂരിഭാഗവും തടിയിലുള്ള എട്ടുകെട്ടിന് ഏകദേശം 150ഓളം വർഷങ്ങളുടെയും വലതുവശത്തുള്ള ധാന്യപ്പുരയ്ക്ക് 400 വർഷത്തോളവും പഴക്കം ഉണ്ട്. ശ്രീനാരായണ ഗുരുവും മഹാകവി കുമാരനാശാനും നിരവധി തവണ മേട സന്ദർശിക്കുകയും അവിടെ വെച്ച് പല ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ആലുംമൂട്ടിൽ ചാന്നാരുടെ മേടയിൽ ശ്രീനാരായണ ഗുരു വിശ്രമിക്കുന്ന അവസരത്തിൽ മേടയുടെ 3-ാം നിലയിൽ ധാരാളം പ്രാവുകൾ ഉണ്ടായിരുന്നു. ഇത് കാണാനിടയായ ശ്രീനാരായണ ഗുരു അല്പം നർമ്മം കലർത്തി ഇങ്ങനെ പറഞ്ഞു: ചാന്നാർ വിചാരിക്കുന്നത് ഈ മേട ചാന്നാരുടേതാണ് എന്നാണ്, എന്നാൽ പ്രാവുകളുടെ വിചാരം ഇത് അവരുടെ സ്വന്തം വകയാണ് എന്നാണ്. ഈ കഥ ആലുംമൂട്ടിൽ മേടയും എട്ടുകെട്ടും ധാന്യപ്പുരയും അവയുടെ അവകാശികൾ ഇപ്പോഴും നന്നായി സംരക്ഷിക്കുന്നുണ്ട്. ആലുംമൂട്ടിൽ മേട കാണാനായി ധാരാളം പേര് ഇപ്പോഴും അവിടെ സന്ദർശിക്കുന്നുണ്ട്. ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.